കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു ഫോം ഡിസൈൻ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊരു ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരെണ്ണം വേണം, അതേപോലെ അത് എഡിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാറ്റിക്കായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഡാറ്റാബേസിൽ നിന്ന് ഡ്രിവൺ ചെയ്യുന്ന ലെവലിലേക്കാണ് നിങ്ങൾക്ക് വരേണ്ടത് എന്നുള്ള, അതായത് ഒരു ടേബിളിൽ നിന്നുള്ള ഡാറ്റ ആയിരിക്കണം നിങ്ങൾക്ക് ഇവിടെ വരുന്നത്, അത് നേരെ അതിലേക്ക് ഡാറ്റ കയറണം എന്നുള്ള ലെവലിലേക്കാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ തൽക്കാലത്തിന് ഞാൻ എന്താക്കുന്നത്, ഈ ചെക്ക് ബോക്സ്, അഡ്മിന്, അതേപോലെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുകയാണ് ഇവിടുന്ന്. ഓക്കെ, സ്റ്റാറ്റസ് എന്ന് പറയുന്ന സംഭവം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇനി വേണ്ട. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളിപ്പോൾ ഫോം ഡിസൈൻ ചെയ്തു, ഫോം ഡിസൈൻ ചെയ്ത സമയത്ത് ഇപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്ന കോളം കണ്ടില്ലേ, ഇത് ആക്ച്വലി ചിലപ്പോൾ നിങ്ങൾക്ക് എന്താക്കേണ്ട പല കേസിലും വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ടായിട്ട് സ്റ്റാറ്റസ് ആക്റ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കേസ് വരും. അതായത് ആ സമയത്ത് ഒരു യൂസറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ചൂസ് ചെയ്യേണ്ട ആക്റ്റീവ് ആയിരിക്കും, ബൈ ഡിഫോൾട്ട് ആക്റ്റീവ് ആണ്. അങ്ങനത്തെ ഒരു കേസ് വരാം. അതായത് ന്യൂ ഫോമിൽ അത് വരാൻ പാടില്ല, പക്ഷേ അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താവണം, ഈ സ്റ്റാറ്റസ് കൂടെ മാറ്റാൻ പറ്റുന്ന ലെവലിൽ. അപ്പോൾ ഒരു സാധനം നിങ്ങൾക്ക് ന്യൂ ചെയ്യുന്ന ഫോമിൽ, ക്രിയേറ്റ് ചെയ്യുന്ന ഫോമിൽ നിങ്ങൾക്ക് ഒഴിവാക്കണം, പക്ഷേ അത് എഡിറ്റ് ചെയ്യുന്ന ഫോമിൽ വരും വേണം. അതേപോലെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വേണ്ട, ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വേണം, പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് വേണ്ട എന്നുള്ള കേസിൽ, അങ്ങനെ വരുന്ന കേസുകളിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള സാധനമാണ്, ഒരു ഫീച്ചർ ഉണ്ട് അതിൻ്റെ അകത്ത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഗെറ്റിംഗ് സ്റ്റാർട്ടറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ഞാനിപ്പോൾ ഇത് തരേണ്ട, അതിനെക്കാട്ടി നല്ലത് ഞാൻ തന്നെ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇതാണല്ലോ നമ്മളുടെ ഫോമിൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ റേഡിയോ ബട്ടൺ നമുക്ക് എന്താക്കാം, ഒഴിവാക്കാം. എവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട എന്നുള്ള ലെവലിൽ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് കോൾ ചെയ്യാം. അതിൽ നമുക്ക് എന്താക്കാം, ക്രിയേറ്റ് എന്ന് പറയുന്നതിൽ നമുക്കിത് ഒഴിവാക്കാം എന്നുള്ള ലെവലിൽ പറഞ്ഞു കൊടുക്കാം. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം. ഞാനിപ്പോൾ റിഫ്രഷ് ചെയ്തു, പേജ് റിഫ്രഷ് ചെയ്തു, ന്യൂവിൽ പോയി, കണ്ടോ ഇവിടെ അതില്ല അല്ലേ, ഈ ഇതിൽ പോയി ഇവിടെ ഇല്ല, ക്രിയേറ്റ് ചെയ്യുന്നത് പോയി, എഡിറ്റ് ചെയ്യുന്ന സമയത്തും അതില്ല. വൈ ഹിഡൻ ഓൺ ആണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് നോക്കട്ടെ, ഹിഡൻ ഓൺ എന്ന് പറയുന്നതാണെന്ന് തോന്നുന്നത്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. സോ ന്യൂവിൽ പോയി ഇവിടെ ഇല്ല, അതേപോലെ എഡിറ്റിൽ വന്നിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ട്, കണ്ടോ. അതായത് ഹിഡൻ ഓൺ എന്ന് പറയുന്നത്, ഹിഡൻ ഓണും രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതാണെന്നുള്ളത് യൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഹിഡൻ ഓൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റും എഡിറ്റും ഈ രണ്ട് വാല്യൂസാണ് ആക്സെപ്റ്റ് ചെയ്യുക. സോ ഈ രണ്ട് വാല്യൂസ് നിങ്ങൾക്ക് എന്താക്കാം, ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കേസിൽ ഇത് വേണ്ട എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇത്രയേ ഉള്ളൂ സാധനങ്ങളുള്ളൂ, വേറെ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ സ്റ്റാറ്റസും എന്ന് പറയുന്ന സാധനം വെക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം, സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇതിനെയാണല്ലോ നമ്മൾ നിൽക്കുക. അപ്പോൾ സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഒരു മൈഗ്രേഷനും അതിനൊരു ടേബിൾ വേണമല്ലോ, ടേബിൾ നിന്നാണല്ലോ ഉള്ളത്. അപ്പോൾ PHP ആർട്ടിസൺ മേക്ക് മോഡൽ സ്റ്റേറ്റ് -m മൈഗ്രേഷനും കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ മൈഗ്രേഷനും ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു സ്ട്രിങ് നെയിം മാത്രം കൊടുക്കുക, സ്റ്റേറ്റിൻ്റെ ഒരു നെയിം മാത്രം മതി, വേറെ ഒന്നും വേണ്ട നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തു. അതിന് ശേഷം നമുക്ക് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൻ്റെ മോഡലൊന്ന് ഓപ്പൺ ചെയ്യാം, സ്റ്റേറ്റിൻ്റെ മോഡൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, മോഡലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താക്കാം, PHP ആർട്ടിസൺ മൈഗ്രേറ്റ് കൊടുക്കാം. മൈഗ്രേറ്റ് കൊടുത്തു. സോ സ്റ്റേറ്റിൻ്റെ ടേബിൾ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും വന്നിട്ടുണ്ട്. നമുക്കൊന്ന് PHP My Admin ഒന്ന് പോയി നോക്കി നോക്കാം. PHP My Admin ടെസ്റ്റിൽ വരുന്ന സമയത്ത് റൂട്ട് പാസ്വേഡ് എന്താ, പാസ്വേഡ് ഈസ് ENVയിൽ പോയി എൻ്റെ പാസ്വേഡ് ഒന്ന് എടുക്കട്ടെ. പാസ്വേഡ് എടുത്തു, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മളുടെ ഡാറ്റാബേസിൽ നിന്നും നമ്മുടെ ഡാറ്റാബേസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഐ തിങ്ക് സ്കൂൾ ആപ്പ് എന്ന് പറയുന്ന ഡാറ്റാബേസിനെ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, സ്കൂൾ ആപ്പ് എന്ന് പറയുന്ന ഡാറ്റാബേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന നമ്മളുടെ ടേബിൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ മൈഗ്രേഷൻ റൺ ചെയ്തല്ലോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെയാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ സ്റ്റുഡൻസിൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു ഫോറിൻ കീ നമുക്ക് സെറ്റ് ചെയ്യണ്ടേ. സോ സ്റ്റുഡൻസിൻ്റെ ഫോറിൻ കീ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അടുത്തൊരു മൈഗ്രേഷൻ കൂടി ചെയ്താൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മൈഗ്രേഷൻ തന്നെ ചെയ്താൽ, എന്നാലും ജസ്റ്റ് ഒന്നുകൂടി പുതിയത് വെക്കാം. മേക്ക് നമുക്ക് ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളല്ലേ, മേക്ക് മൈഗ്രേഷൻ ആൾട്ടർ
സ്റ്റുഡൻസ് ടേബിൾ ജസ്റ്റ് ടേബിൾ സ്റ്റുഡൻസ്. സോ ഇത് പറഞ്ഞു കൊടുക്കാം. മൈഗ്രേഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ സ്റ്റുഡൻസിൻ്റെ ടേബിൾ വന്നിട്ടുണ്ട്. ഡോളർ ടേബിൾ അൺസൈൻഡ് ബിഗ് ഇൻറ്റിജർ സ്റ്റേറ്റ് ഐ ഡി ദെൻ അത് നമുക്കൊന്ന് അള്ളബിളാക്കി കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് എന്താക്കാം, ആഫ്റ്റർ പറഞ്ഞു കൊടുക്കാം. ആഫ്റ്റർ ഏത് കോളത്തിന് ശേഷമാണ് വേണ്ടത്, നമുക്ക് ഐ ഡിക്ക് ശേഷം തന്നെ വന്നോട്ടെ. ഓക്കെ, ദെൻ നമുക്ക് എന്താക്കാം, ടേബിൾ ഫോറിൻ കീ റെഫറൻസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഫോറിൻ കീ ദെൻ ഫോറിൻ കീ ആയിട്ട് സ്റ്റേറ്റ് ഐ ഡി ആയിട്ടുള്ള മുകളത്തെ കോളം റെഫറൻസസ് ഐ ഡി ഓൺ സ്റ്റേറ്റ്സ്. ഓക്കെ, ഇതാണ് നമ്മളത്. ഡൗൺ ഫംഗ്ഷൻ ഇതിൽ തെറ്റൊന്നും വരാനില്ല, അപ്പോൾ പിന്നെ നമുക്ക് വെറുതെ സമയം കളയണ്ട. സോ PHP മൈഗ്രേറ്റ് അടിച്ചു. നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇത് അവിടെ സ്റ്റേറ്റ് ഐ ഡി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയിട്ട് ഇവിടെ സ്റ്റേറ്റ് ഐ ഡിയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളത് ഇവിടെ വാല്യൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റേറ്റ് ഐ ഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് ഈ സ്റ്റേറ്റ് എന്നുള്ള ഡാറ്റയാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഒരു ജസ്റ്റ് ഒരു സീഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സീഡർ ക്രിയേറ്റ് ചെയ്യാം. PHP Hudson മേക്ക് സീഡർ സ്റ്റേറ്റ് സീഡർ. ഈ സ്റ്റേറ്റിലേക്ക് ഡാറ്റ വേണമല്ലോ നമുക്ക് ഒന്ന് സീഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. സോ സ്റ്റേറ്റ് ക്രിയേറ്റ് നെയിം ഈക്വൽ ടു സ്റ്റേറ്റ് ആണോ നമ്മൾ കൊടുത്ത, ഡിസ്ട്രിക്റ്റ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ തൽക്കാലത്തിന് നിങ്ങൾക്ക് സ്റ്റേറ്റ് എന്നുള്ള ലെവലിലേക്ക് ആക്കാം. നമുക്ക് എന്തൊക്കെ കേരള. ഓക്കെ, ദെൻ തമിഴ്നാടു, കർണാടക. ഓക്കെ, അതേപോലെ ഗുജറാത്ത്. ഓക്കെ, ഇത്രയും ഡാറ്റ. ഇനി ഒന്ന് എന്താക്കാം, നമുക്ക് വേറെ ഇപ്പം പഞ്ചാബ് അത് നടക്കട്ടെ, പിന്നെ ഗോവ, ഇത്രയും ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഈ സീഡർ ഒന്ന് റൺ ചെയ്യാം. PHP Hudson DB സീഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാക്ടറീസ് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് സീഡിങ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഡാറ്റാബേസിൻ്റെ ടേബിളിലൊന്ന് പോയി നോക്കി നോക്കാം. ഇവിടെ സ്റ്റേറ്റ്സിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ഓക്കെ ഇത്രയും കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോ നമുക്ക് സീഡറും കാര്യങ്ങളൊക്കെ പോട്ടെ, പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെയാണല്ലോ നമ്മളെ ഈ സ്റ്റേറ്റ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, സ്റ്റേറ്റ് എന്ന് പറയുന്ന മോഡലിനെ വിളിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും ഇതിൻ്റെ അകത്തുള്ളൂ. ഇന്നത് സ്റ്റേറ്റിൻ്റെ ഡിഫൈൻ ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് ചെയ്തുകൊണ്ട് നോക്കാം. എറർ അടിക്കുമ്പോഴാണ് അതിൻ്റെ ഇത് വൃത്തിയാവുള്ളൂ. റിട്ടേൺ വാല്യൂ മസ്റ്റ് ബി എ ടൈപ്പ് ഓഫ് array സ്ട്രിങ് നൾ റിട്ടേൺ. അതായത് ഇതിൻ്റെ അകത്തൊരു സാധനം കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡോക്യുമെൻറ്റേഷനിൽ പോയേക്കാം. സെലക്റ്റിലാണല്ലോ വരുന്നത്. ഓപ്ഷൻസിൽ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇത് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ അതായത് ഏത് കോളാണ് ഏത് ഐ ഡി ആണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ എടുക്കാം. ഇതിനെ സ്റ്റേറ്റ് ഓള്, അതായത് സ്റ്റേറ്റിനെ ഫുള്ളായിട്ട് എടുത്തു. അതിനുശേഷം പ്ലഗ് ചെയ്തു. അതിൻ്റെ അകത്ത് നിന്ന് നെയിമും ഐ ഡിയും മാത്രം പ്ലഗ് ചെയ്തിട്ട്, അതായത് നെയിമാണ് നമുക്ക് പേര് കാണിക്കേണ്ടത്, ഐ ഡിയാണ് റെഫറൻസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. ഒന്നോ ഇതാ ഉണ്ടല്ലേ, ഇതിൻ്റെ അത് വന്ന് നോക്കിയാൽ ഒരു കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒരെണ്ണം കൂടി ഒന്ന് പുതിയ സേവ് ചെയ്ത് നോക്കാം. ഇവിടെ അഖിൽ വർമ്മ ഉണ്ട്. നമുക്ക് എന്തൊക്കെ ജിഷാദ് പി സ്റ്റേറ്റ് തമിഴ്നാട് കൊടുക്കാം. അപ്പോൾ ഇത് മൾട്ടി സെലക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം മൾട്ടിപ്പിൾ വേണ്ട, നമുക്ക് ഒന്നല്ലേ ഉള്ളൂ. അപ്പം ജിഷാദ് പി സ്റ്റേറ്റ് ഈസ് തമിഴ്നാട് കൊടുക്കാം. DOB ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കാം. ഇതിവിടെ വേറെ മെത്തേഡ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഡേറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്താ ലൈക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ക്ലോസ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മെത്തേഡ് ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനിലുണ്ട്. എന്താ ക്ലോസ് ഓൺ അങ്ങനെ എന്തോന്നും ഉണ്ട്. ക്ലോസ് ഓൺ ഡേറ്റ് സെലക്ട് ആണല്ലേ. ക്ലോസ് ഓൺ ഡേറ്റ് സെലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ടൈപ്പ് ചെയ്യണം, കാണിച്ചു തരാം. ജിഷാദ് പി ദെൻ തമിഴ്നാടു ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ഇന്നത്തെ കൊടുത്തു. ഉണ്ടാവും ക്ലിക്ക് ചെയ്യുമ്പോൾ അതങ്ങ് പോയി. ജിഷാദ്@gmail.com മൊബൈൽ എന്തെങ്കിലും കൊടുക്കാം. സോ ക്രിയേറ്റ് ചെയ്യുന്ന കോളം നോട്ട് ഫൗണ്ട് അൺനോൺ കോളം സ്റ്റേറ്റ് ഇൻ ദ ഫീൽഡ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ കയറുന്നുണ്ട് സ്റ്റേറ്റ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റേറ്റ് എന്നല്ലേ കൊടുത്തത്, ഇത് റോങ് ആണ്. നമ്മുടെ കോളം നെയിം സ്റ്റേറ്റ് ഐ ഡി എന്നല്ലേ. അതായത് ഈ സ്റ്റുഡൻറ്റിൻ്റെ ടേബിളിലുള്ള കോളം നെയിം എന്താണ്? സ്റ്റേറ്റ് ഐ ഡി ആണല്ലോ അല്ലേ. അങ്ങനെയല്ല നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, സ്റ്റേറ്റ് ഐ ഡി എന്നാണല്ലോ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് റെഫറൻസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഐ ഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫില്ല് ചെയ്യണം. അതിപ്പോൾ ഡാറ്റ ഫോമിലാണല്ലോ അത് ഉണ്ടാവുക. ജിഷാദ് പി സ്റ്റേറ്റ് തമിഴ്നാടു ഡേറ്റ് ഇത് ജിഷാദ്@gmail.com നമ്പർ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ക്രിയേറ്റ് കൊടുത്തു.
അല്ലേ സേവായി ക്രിയേറ്റായി എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ഇവിടെ വന്ന് നോക്കുമ്പോൾ സമയത്തോ കുഴപ്പമില്ല. ഇപ്പോൾ ഇനി എഡിറ്റ് എടുത്ത് നോക്കുമ്പോൾ സമയത്തോ ഉണ്ടാവും തമിഴ്നാട് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്. നമ്മൾ ഒന്നും ഇവിടെ ചെയ്യാനില്ല, സെലക്റ്റഡ് വിളിച്ചിട്ട് നമ്മൾ നോർമലി ഇത് വരുന്ന സമയത്ത് ഇവിടെ സ്റ്റേറ്റ് ഐ ഡി എന്നാണ് കണ്ട വരുന്നത്. അപ്പോൾ ഇതൊരു വൃത്തികളായിട്ടില്ലല്ലോ വരുന്നത്, സ്റ്റേറ്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേബൽ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലേബൽ എന്താണോ വേണ്ടത് അത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ സ്റ്റേറ്റ് തന്നെ വിളിച്ചു കൊടുക്കാം. സോ റിഫ്രഷ് ചെയ്യുന്നു, എന്താ റിഫ്രഷ് ആവാത്ത വേറെ ടാബിലേക്ക് പോയി. ഓക്കെ, സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ട് ഇവിടെ വന്നുണ്ട്. ഇത് സെറ്റ് ആകുന്നതും ഇപ്പം ഞാൻ ഗുജറാത്താക്കി അപ്ഡേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ വരുന്നുണ്ടല്ലേ സേവ്ഡ് എന്ന് പറയുന്ന മെത്തേഡ് ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഞാനിത് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഗുജറാത്ത് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത രസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റും കൂടി കാണണം എന്ന് വിചാരിക്കാം. സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. നോക്കാം, നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ ടെക്സ്റ്റ് കോളം ഫസ്റ്റ് രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ നിങ്ങൾക്ക് റിലേഷൻ ആയിട്ടുള്ള ലെവലിലേക്കുള്ള ഒരു ഡാറ്റയാണ് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ മൊബൈലല്ല DOBക്ക് ശേഷം ഞാൻ എന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ് ഐ ഡിനെ കൂടി കാണിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോക്കിയേക്കാം. റിഫ്രഷ് എന്തായി വന്നു 4 വന്നു, മറ്റേതിന് നള്ളാണ്. അപ്പോൾ മറ്റേതിനും കൂടി വാല്യൂ എന്തെങ്കിലും കൊടുക്കാം നമുക്ക്. അതിന് കേരള കിടക്കട്ടെ, കേരളത്തിന് ആരും വേണ്ടേ. അപ്പോൾ ഇത് 1 4. പക്ഷേ ഇതൊരു അല്ലല്ലോ, നല്ലൊരു വഴിയല്ലല്ലോ, നമുക്ക് ഇതിൻ്റെ പേരല്ല ഇവിടെ കാണിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ലാറവലിൽ എന്താ വേണ്ടത്, ഒരു റിലേഷൻ സെറ്റ് ചെയ്യണം. സോ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ഒരു റിലേഷൻ സെറ്റ് ചെയ്യാം. പബ്ലിക് ഫങ്ഷൻ സ്റ്റേറ്റ്, സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, റിട്ടേൺ $this ബിലോങ്സ് ടു എങ്ങോട്ടേക്ക് ബിലോങ്സ് ടു ആണല്ലോ, സ്റ്റുഡൻസ് നിന്ന് ബിലോങ്സ് ടു എങ്ങോട്ടേക്കാണ് സ്റ്റേറ്റിലേക്ക്, സ്റ്റേറ്റ് ഇത്രയും കൊടുത്താൽ മതി. ഓക്കെ, സ്റ്റേറ്റ് ഐ ഡിയും ഇത്രയും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കറക്റ്റ് ആയിട്ടാണ് സ്റ്റേറ്റ് ഐ ഡി തന്നെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉമ്മാർ ഓട്ടോമാറ്റിക് എടുത്തോളും. പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. അതിൽ ലാറവലിൻ്റെ ഫീച്ചറാണ്, നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ആയിരുന്നു, നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ റിഫ്രഷ് ചെയ്യുമ്പോൾ ഓക്കെ ഐ ഡി തന്നെ വരുന്നുള്ളൂ, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റേറ്റ് ഐ ഡി അല്ല വിളിക്കുന്നത്, നമുക്ക് സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള നെയിം റിലേഷൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് റിലേഷനിൽ വിളിക്കുക. ലാറവൽ അറിയാത്ത ആൾക്കാർ ആദ്യം ലാറവൽ നോക്കണം. സോ ഞാൻ റിഫ്രഷ് ചെയ്യുന്നു, നോക്കിയേ കണ്ടോ ഡാറ്റ ഇവിടെ വരുന്നു, ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. എല്ലാ ലെവലിലേക്കും ഈ സാധനം കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം വരുന്നത്. പിന്നെ അതുപോലെ വേറെയുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വെച്ചാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഇവിടത്തേക്ക് വരുന്ന കണ്ടോ ഈ പേജിൽ തന്നെ നിൽക്കുന്നു. പക്ഷെ അതൊരു ഇതില്ലാത്തൊരു സംഭവമല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് മാത്രമേ ഉള്ളൂ, ഡിലീറ്റ് എന്താ ഇല്ലാത്തതെന്ന് വിചാരിക്കുന്നുണ്ടോ. സോ നമുക്ക് എന്തൊക്കെ ഡിലീറ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേക്കാം. ഈ ഡിലീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് എന്താക്കുക, ടേബിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഈ ആക്ഷൻസിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ എന്താക്കുന്നത് ആ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ട് എഡിറ്റ് ആക്ഷൻ മാത്രമേ വിളിച്ചു വെച്ചിട്ടുള്ളൂ. സോ നമുക്ക് എന്താക്കാം, ഇതിനൊരു കോപ്പി എടുത്തിട്ട് ഇവിടെ ഡിലീറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. സോ അതിന് ജസ്റ്റ് കോൾ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. റിഫ്രഷ് ചെയ്യുന്നു, വന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡിലീറ്റ് സാധാരണ ലാസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. സോ നമുക്ക് റിഫ്രഷ് ചെയ്യുന്നു, ഇവിടെ നോക്കാം ഡിലീറ്റ്. ഓക്കെ ഫൈൻ. സോ ക്ലിക്ക് ചെയ്യുന്നു, കൺഫർമേഷൻ ചോദിക്കുന്നു, സ്റ്റുഡൻറ്റിനെ ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഓക്കെ ഡിലീറ്റ് ചെയ്തോ, പോയി കണ്ടോ, ടേബിളിൽ നിന്ന് പോയി, ഡാറ്റ പോയി, എല്ലാം സംഭവമൊക്കെ അവിടെ സംഭവം നടന്നു. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തില്ല, ഒരു കാര്യവും നമ്മൾ ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ഒരു വിഷയങ്ങളും ഇല്ല ഇതിൻ്റെ അകത്തും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് കോഡ് വരുന്നത്. ഇനി വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത്, അതായത് പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടല്ലോ, അതായത് ഇത് നേരെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണ്, ലിസ്റ്റ് ചെയ്യുന്ന പേജിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫിലമെൻറ്റിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് പോവുക, നേരെ ആ ഫോമിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോഴാണ് കളി ഒന്ന് മാറുന്നത്. അതായത് ആ നേവിഗേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇതൊരു സ്റ്റുഡൻറ്റ് റിസോഴ്സിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്, അതായത് ഫോമും അതേപോലെ ടേബിളൊക്കെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ആക്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരാണിപ്പോൾ ഈ ആക്ഷൻ ഒന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഫിലമെൻറ്റിൻ്റെ അകത്ത് സ്റ്റുഡൻറ്റിൻ്റെ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ഫോൾഡറും ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് സ്റ്റുഡൻ്റ് ഉണ്ട്, എഡിറ്റ് സ്റ്റുഡൻ്റ് ഉണ്ട്, ലിസ്റ്റ് സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് എന്താക്കണം, റീഡയറക്റ്റ് ചെയ്തിട്ട് വരണം എന്നുണ്ടെന്നുണ്ട് ഈ ക്രിയേറ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് ഫിലമെൻറ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫിലമെൻറ്റിൻ്റെ സോഴ്സ് കോഡാണ്, അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്നുള്ളവർക്ക് നോക്കി നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് തിരഞ്ഞു നോക്കി നോക്കാം ഇവിടെ എങ്ങനെയാണ് ഇവന്മാർ റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് റീഡയറക്റ്റ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. റീഡയറക്റ്റ് ഇവിടെ റീഡയറക്റ്റ് URL എന്നുണ്ട് സാധനത്തിന് വിളിക്കുന്നുണ്ട്. അപ്പോൾ റീഡയറക്റ്റ് URL എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവും മിക്കവാറും. അപ്പോൾ ഇവർക്ക് ഇത് നടക്കുന്നത് കണ്ടല്ലേ,
റീഡയറക്റ്റ് URL എന്ന് പറഞ്ഞിട്ട് എഡിറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റിൻ്റെ പാരാമീറ്റർ വെച്ചിട്ട് ഗെറ്റ് റെക്കോർഡ് വെച്ചിട്ട് ആ URLിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ എഴുതി വെക്കണം. അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ ഒരു പാരാമീറ്ററിനെ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഓവർറൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ആയി. അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഫിലമെൻറ്റിൻ്റെ ക്ലാസ്സിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനെ നമുക്കിവിടെ ഓവർറൈഡ് ചെയ്ത് വെക്കാം. സോ പ്രൊട്ടക്റ്റഡ് എന്താണ്, പ്രൊട്ടക്റ്റഡ് ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ പേര് ഗെറ്റ് റീഡയറക്റ്റ് URL എന്ന് പറയുന്ന ലെവലിലേക്ക് ഇട്ട് കൊടുക്കുക. സോ അത് റിട്ടേൺ ചെയ്യുന്ന ഒരു സ്ട്രിങ് ആയിരിക്കും. സോ സ്ട്രിങ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് കർലി ബ്രാക്കറ്റ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ റിട്ടേൺ റൗട്ട്, നമ്മൾ ലാറാവലിലേക്ക് തന്നെ തിരിച്ചു വന്നു. ലാറാവിൻ്റെ റൗട്ട് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഫിലമെൻറ്റിനും കുറേ റൗട്ട്സ് ക്രിയേറ്റ് ആകുന്നുണ്ട് കേട്ടോ ഓട്ടോമാറ്റിക്കലി. സോ ആ റൗട്ട്സ് ഒക്കെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന റിസോഴ്സിനൊക്കെ റൗട്ട്സ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇത് കണ്ടോ നോക്കിയേ, ഇവിടെ ഫിലമെൻറ്റിൽ നമ്മളിപ്പോൾ ഫിലമെൻറ്റിൻ്റെ ഉള്ളിൽ അഡ്മിൻ്റെ ഉള്ളിലെ റിസോഴ്സസിൻ്റെ ഉള്ള സ്റ്റുഡൻറ്റിൻ്റെ ഇൻഡെക്സ്, ഓക്കെ, ഇതിലേക്കാണ് എനിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ web.php കാലിയാണ് ഇപ്പോൾ. അതൊക്കെ web.php ഞാൻ ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ലാറാവിൻ്റെ റൂട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം കളി നടക്കുന്നത്, പക്ഷേ ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ രജിസ്റ്റർ ആകുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റൗട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന ക്രിയേറ്റ് സ്റ്റുഡൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിന് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് നമുക്ക് എഡിറ്റിലും കൂടി കൊണ്ടുപോയി അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഹെഡർ ആക്ഷൻസ് ഉണ്ട്. ഈ ഹെഡർ ആക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ടാവും. കണ്ടില്ലേ, ഇതാണ് ഈ ഹെഡർ ആക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇവിടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കസ്റ്റമൈസേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അല്ലാണ്ട് എല്ലാ ഫിലമെൻറ്റ് റെഡി ആക്കി തരും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിൽക്കരുത്. അപ്പോൾ നമ്മളെന്താക്കി ഈ റീഡയറക്ഷൻ URL നമ്മളിവിടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടോയെന്ന്. ഞാനിപ്പോൾ ജിഷാദ് എന്ന് മാറ്റി, ജിഷാദ് P എന്ന് മാറ്റി ജിഷാദ് PM എന്നുള്ള ലെവലിലേക്ക് ആക്കി സേവ് ചേഞ്ചസ് കൊടുത്തു. കണ്ടാ, സേവ്ഡ് വന്നു. നേരെ നമുക്ക് ലിസ്റ്റ് പേജിലേക്ക് തിരിച്ചു വന്നു. ഇതാണല്ലോ സാധാരണ എല്ലാ ക്രെഡിറ്റിൽ ചെയ്യുന്ന ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ എഡിറ്റാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അതേപോലെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് അതേപോലെ തന്നെ വരും. നമ്മളിവിടെ കൊടുക്കുന്നത് ഇതിൻ്റെ അകത്തൊന്നുമില്ല. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈ രണ്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതല്ല, ഈ പേജിൽ തന്നെ കുറേ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരുവിധ സാധനങ്ങൾ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലെവലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയാണ്ട് ശരിയാവില്ല ലാറാവലി ചെയ്യുന്ന ഒരാൾക്ക്. പക്ഷേ നമുക്ക് അവർ എഴുതി വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള കസ്റ്റമൈസേഷൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ. അതായത് നിങ്ങൾക്ക് ഇപ്പം റിസോഴ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇവിടെ റെക്റ്റാങ്കിൾ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണുള്ളത്. ഈ റെക്റ്റാങ്കിൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇതുണ്ട്, ഈ ഐക്കൺ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ ഇതാ സ്റ്റുഡൻറ്റ് റിസോഴ്സിൻ്റെ പേജാണ് വരുന്നത്. ഈ സ്റ്റുഡൻറ്റ് റിസോഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ വേരിയബിൾ ഉണ്ട് കണ്ടില്ലേ, ലേബൽ, മോഡൽ ലേബൽ, ഇങ്ങനെ കുറേ സാധനം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഐക്കൺ വല്ലതും ഉണ്ടോ നോക്കാതുണ്ടോ, നേവിഗേഷൻ ഐക്കൺ എന്ന് പറഞ്ഞിട്ട് നള്ളാക്കിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഐക്കണിൻ്റെ വേരിയബിളിനെ തന്നെ ആയിരിക്കും ഇവിടെ വിളിക്കേണ്ടത് അവിടെ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീനെ ഇവിടുന്ന് ഓവർറൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹീറോ ഐക്കണിൻ്റെ അകത്തുള്ള റെക്റ്റാങ്കിൾ സ്റ്റാക്ക് എന്ന് പറയുന്ന സാധനത്തിനെയാണ് ഐക്കണിനെയാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹീറോ ഐക്കൺ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഹീറോ ഐക്കൺസ് കൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹീറോ ഐക്കൺസിൻ്റെ സാധനം കിട്ടും. ഇതിൻ്റെ അകത്തുണ്ട് സാധനം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലൈക്ക് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ യൂസേഴ്സ് എനിക്ക് തോന്നുന്നു ഓൾറെഡി ഇവിടെ ഉണ്ട് എന്നല്ലേ, ഇല്ല യൂസേഴ്സ് ഇല്ല. സോ യൂസേഴ്സ് ആണ്, ഈ ഒരു ഐക്കണാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെ ജസ്റ്റ് ഈ ഐക്കണെ യൂസേഴ്സ് എന്നുള്ളത് കോപ്പി ചെയ്യാം. ഇതിൻ്റെ ക്ലാസ് ഇവിടെ റെക്റ്റാങ്കിൾ സ്റ്റാക്ക് വിളിക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. നമുക്കിത് മാറ്റി യൂസേഴ്സ് എന്നുള്ള ലെവലിലേക്ക് ആക്കാം. എന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം എന്താ ഇവിടെ വരുന്നത്. കണ്ടാ, ഐക്കൺ മാറിയത് തന്നെയല്ലേ. സോ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻസ് എന്ന് കാണിക്കുന്നത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ എന്താ ഉള്ളത്, ഇപ്പോൾ വേരിയബിളിൽ ഇപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇതിൻ്റെ അകത്ത് ലൈക്ക് ലേബൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ലേബലിനെ ഒന്ന് ഓവർറൈഡ് ചെയ്ത് നോക്കി നോക്കാം. സ്റ്റുഡൻസ് വേണ്ട, എനിക്ക് പാരൻസ് എന്നുള്ള ലെവലാണ് വേണ്ടതെന്നുള്ളത് ലെവലിലേക്ക് ഒന്ന് കൊടുത്ത് നോക്കി നോക്കാം. പാരൻസ് എന്നാക്കി വെക്കാം. സോ പാരൻസ് ആക്കി വെക്കാം. റിഫ്രഷ് ചെയ്യുന്നു, പാരൻസ് ആയി. ഇത്രേ ഉള്ളൂ. ഇതല്ല, എല്ലായിടത്തും റിഫ്ലക്റ്റ് ആവും സാധനം. ഇതിപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നിടത്താണെങ്കിലും ഇതിൻ്റെ മോഡലിൻ്റെ എല്ലാ സ്ഥലത്തും അത് മാറി. പക്ഷേ നമ്മുടെ ടേബിൾ എന്തായിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്, അതിന് യാതൊരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ലേബൽ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഉള്ളിൽ കുറേ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി വെക്കാം. ഇതൊക്കെ ആവശ്യം വരുന്ന സമയത്ത് യൂസ് ചെയ്താലും മതി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളും. ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട്. ലിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതാ ഇവിടെ ഉണ്ടാവും. ഈ ടേബിൾ ബിൽഡർ എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് കോളം കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഫുള്ള് ടെക്സ്റ്റ് കോളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ടെക്സ്റ്റ് കോളം കാണിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പോലെ ഐക്കൺ കൊണ്ടുവരാം. ഇതുകൊണ്ട് ബാഡ്ജ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവരാം. ബാഡ്ജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റസ്, ഇപ്പോൾ നമ്മുടെ നമുക്ക് സ്റ്റാറ്റസിൻ്റെ കോളം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇല്ല. സ്റ്റാറ്റസ് കൊണ്ട് ആക്റ്റീവ് ഇനാക്റ്റീവ് ആണെന്ന് വിചാരിക്കും. ഈ ആക്റ്റീവ് ഇനാക്റ്റീവ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനനുസരിച്ച് ആക്റ്റീവിന് ഗ്രീനും ഇനാക്റ്റീവിന് ഡേഞ്ചറും കാണിക്കണം എന്നുണ്ടെന്ന് റെഡും കാണിക്കണം എന്നുണ്ടെന്ന് നിങ്ങൾക്ക് അതിനനുസരിച്ച് അത് കാണിക്കാം. അപ്പോൾ അങ്ങനത്തെ ലെവലിലുള്ള ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ലെങ്ത് ആക്കണ്ട, നമുക്ക് ജസ്റ്റ് എന്താക്കാം, നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി. എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അടുത്തൊരു വീഡിയോയും കൂടി വരുന്നുണ്ട്, വേറൊരു ടോപ്പിക്കിൻ്റെ വീഡിയോയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്ക് ചാനൽ. ഓക്കെ, ശരി. എന്നാൽ ബൈ.